ഓനാൻ എന്ന് പറയുന്നവന് ഭയങ്കര കുശാല ബുദ്ധിക്കാരനായിരുന്നു. കാരണം അപ്പൻ അങ്കോളിയാണ്. മുള്ളിന്റെ മൂട്ടില് മുള്ളല്ലേ മുളയ്ക്കത്തുള്ളൂ എന്നതുപോലെ അങ്കോളിയായ യഹൂദയുടെ മക്കളാകുന്ന ഓനാൻ അവന് വലിയ സെൽഫിഷ് ആയിരുന്നു, സ്വാർത്ഥൻ. അവനിങ്ങനെ ചിന്തിച്ചു, എടാ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ പകുതി ജ്യേഷ്ഠാവകാശം അനുസരിച്ച് ആ കുഞ്ഞിലേക്ക് പോകും. എനിക്ക് 25% കിട്ടും. എനിക്കൊരു സഹോദരനുണ്ട്, ആ സഹോദരന് 25% കിട്ടും. സ്തോത്രം. മരിച്ചു പോയി. ഇപ്പോൾ ഓനാൻ ചിന്തിച്ചു, ഇനി അടുത്ത ഷേലയ്ക്ക് 25% പോയി, എനിക്ക് 25% കിട്ടത്തുള്ളൂ. ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്കായിരിക്കും 50% കിട്ടുന്നത്. ശരിയാകത്തില്ല. നോ. സ്തോത്രം. എന്തിനു ചുമ്മാ ഞാൻ അബദ്ധം കാണിക്കുന്നു. അവൻ സ്തോത്രം ആ കുഞ്ഞിനെ ജനിപ്പിച്ചില്ല. ഹത്തം ഹോഗിയ അവനും തട്ടിപ്പോയി. പക്ഷേ ഈ തട്ടൽ വീട്ടിൽ നടക്കുമ്പോൾ മുഴുവൻ കൊള്ളുന്നത് ആ പെണ്ണിനാണ്, താമാറിനാണ്. 2 മൃതശരീരം അവൾ കണ്ട്. വളരെ സാധാ വിഡോയല്ല, ഡബിൾ വിഡോയ. സാധാരണ മാക്സിമം എല്ലാവർക്കും വന്നത് ഒരു ദുഃഖമാണ്. പക്ഷേ എനിക്ക് വന്നത് ഇരട്ടി ദുഃഖം എന്നാരെങ്കിലും പറയുന്നു എങ്കിൽ, എൻ്റെ ദുഃഖം ഇരട്ടി എന്നാരെങ്കിലും പറയുന്നില്ല. കുട്ടി, തമ്പുരാൻ പറയുന്നു, ഒരു ലിസ്റ്റ് തയ്യാറാകുന്നുണ്ട്. സ്തോത്രം. താമാറിനെ സംബന്ധിച്ച് അവൾ പറയും, ദുഷ്ടനായ എൻ്റെ ഭർത്താവ്. അതുകൊണ്ടാണ് ദൈവം അവനെ തട്ടിയത്. ദുഷ്ടനായ എൻ്റെ ഭർത്താവ്, സെൽഫിഷ്, സ്വാർത്ഥനായ എൻ്റെ ബ്രദർ-ഇൻ-ലോ, എന്നെ ചതിക്കുന്നതായ എൻ്റെ ഫാദർ-ഇൻ-ലോ. എന്തുകൊണ്ട് അവൻ ചതിയനായി? 3ാമത്തെ മോൻ സേലായെ അവൾക്ക് കൊടുത്തില്ല. അതുകൊണ്ട് സ്തോത്രം, അവൻ ചതിയനായ അമ്മായിയപ്പൻ, ദുഷ്ടനായ ഭർത്താവ്, സ്വാർത്ഥനായ ഭർത്താവിന്റെ സഹോദരൻ. ബെസ്റ്റ് കുടുംബം. നിന്റെ ഫോൾട്ട് കൊണ്ടല്ല അവൻ തട്ടിപ്പോയത്, അവന്റെ കയ്യിലിരിപ്പുണ്ടാ. തട്ടിപ്പോയത് മറ്റവൻ തട്ടിപ്പോയത് അവൻ സ്വാർത്ഥനായത് കൊണ്ട്. പക്ഷെ നിന്റെ കുഴപ്പം കൊണ്ടല്ല. പക്ഷേ സമൂഹം പറഞ്ഞു, നോ. വിധവമാര് ധരിക്കുന്ന കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് നിന്റെ അപ്പന്റെ വീട്ടിൽ ഇരുന്നാ മതി. സ്വന്തം വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ യഹൂദ ഇരുത്തിയില്ല. അവളെ അപ്പന്റെ വീട്ടിൽ പറഞ്ഞേച്ച് അവളെ സ്തോത്രം ഒതുക്കി. വല്ലവരും നിന്നെ ഒതുക്കിയ കുട്ടിയെ, നീ ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവർ നിന്നെ ക്രൂശിച്ച കുട്ടിയെ, മറ്റുള്ളവർ നിന്നെ കല്ലെറിഞ്ഞ് ഒരിക്കലും ലൈഫിൽ വീഴാത്ത ഒരു വല്ലാത്ത യൂണിഫോം ഇട്ട് നിന്നെ ഒതുക്കി നിന്നെ മാറ്റിയിരുന്നെങ്കിൽ, സ്വർഗത്തിൽ ദൈവം പറയുന്ന ഒരു ലിസ്റ്റുണ്ട്. എന്നെ കാണുമ്പോൾ ചിലർക്ക് സ്തോത്രം അതെ കല്ലെറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നീ ആളെ ശരിയല്ല, നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് സ്തോത്രം അതെ മറ്റുള്ളവർ നിന്നെ കല്ലെറിയുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്നെ കാണുമ്പോൾ കിട്ടാൻ കാത്തിരുന്നു, പക്ഷേ കൈ കിട്ടിയപ്പോഴേക്കും നീ ആളെ ശരിയല്ല നീ എന്ന് പറഞ്ഞ് നിന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത യൂണിഫോം ഇട്ട് നിന്നെ റിജക്റ്റ് ചെയ്ത് തിരസ്കരിച്ച് മാറ്റി നിർത്തിയെങ്കിൽ, കർത്താവ് പറയുന്നു, നോ, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. കർത്താവ് പറയുന്നു, നോ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ നീതീകരണത്തിൻ്റെ വസ്ത്രം ഇട്ട് നിന്റെ പകയ്ക്കുന്ന ശത്രുവിനെ ഞാൻ മിണ്ടാതാക്കാൻ വേണ്ടി പോകുകയാണ്.